പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകിയത് വായിച്ച ശേഷം പ്രത്യേകിച്ച് അത് പരിശോധിക്കാമെന്ന് പോലും പറയാതെ CBI അന്വേഷണത്തിന് വിടാമെന്ന് ഉറപ്പ് നൽകി. അതിൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി സന്തോഷമുണ്ടാകില്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ സംതൃപ്തിയുണ്ട് എന്ന് ഇനി എപ്പോഴാകും ഔദ്യോഗിക പ്രഖ്യാപനം വരിക എന്നറിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട് അനുകൂലമായ പ്രതികരണം ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകാൻ ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട്? ഒപ്പം തന്നെ ഡീനിനെ പ്രതി ചേർത്ത് ഈ കേസ് അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യവും ശക്തമാണല്ലോ. ആ ഒരു ആവശ്യവും മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് അത് ഒരുപക്ഷെ മനസാക്ഷിയുള്ളവർക്ക് വായിച്ചാൽ ഹൃദയഭേദകമാണ്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരത, ഇതുമായി ബന്ധപ്പെട്ട സത്യം വെളിച്ചത്ത് വരണമെങ്കിൽ CBI അന്വേഷണം അനിവാര്യമാണ്. അതിന് മുഖ്യമന്ത്രി അനുകൂലമായ മറുപടി നൽകി എന്നുള്ളത് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ അറിയിച്ചത്. അദ്ദേഹം വീണ്ടും സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കില്ല, അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവിടെ പോയി ഞാൻ കിടക്കും, അത് എൻ്റെ കുടുംബം ചെന്ന് കിടക്കും. ഞാൻ വേറെ ആരും ഇതിലോട്ട് വലിച്ചഴിക്കില്ല. ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, ഏറ്റവും അവസാനമായി അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ നീക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇപ്പോൾ. ചന്തു, ആരെ അന്വേഷിക്കും? ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം അവസാനമായി അദ്ദേഹം എന്താണ് പ്രതികരിച്ചതിന് ശേഷം കാറിൽ കയറിയത് എന്തായിരുന്നു? ചന്തു, കേൾക്കാമോ? അദ്ദേഹം മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പ്രതികരിച്ചു? ആരെയും ഇതിലേക്ക് വലിച്ചിഴക്കില്ല, നേരിട്ട് പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൂടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ചന്തു, ലക്ഷ്മി, പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ മാറ്റണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് സിദ്ധാർത്ഥ് അവിടെ നിന്നും വീട്ടിലേക്ക് വരാൻ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് കൂടെ ഒരാളുണ്ടായിരുന്നു. അത് അയാൾക്ക് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. അക്കാര്യത്തിൽ കൂടുതൽ ദുരൂഹത നീക്കേണ്ടതുണ്ട്. ഇത് ആന്റി റാഗിംഗ് സ്ക്വാഡ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിട്ടില്ല. അപ്പോൾ ആ വശത്തേക്ക് കൂടി അന്വേഷണം നീങ്ങണമെന്ന ഒരു ആവശ്യമാണ് അവസാനമായി അദ്ദേഹം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വളരെ രീതിയിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ടിനെല്ലാം അദ്ദേഹം നന്ദി പറഞ്ഞു. കാരണം മകന്റെ ചടങ്ങുകൾ 41 ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ അവസാനിച്ചതിന് ശേഷം മറ്റ് സമര മുറകളിലേക്കൊക്കെ മാറണോ എന്ന കാര്യം തീരുമാനിക്കും. എന്തായാലും മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇന്ന് ഓഫീസിൽ എത്തിക്കണ്ടു. മുഖ്യമന്ത്രിയോട് ഈ ആവശ്യങ്ങൾ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അദ്ദേഹത്തെ കാണിച്ച സമയത്ത് തന്നെ അദ്ദേഹം ആ കടലാസുകൾ പരിശോധിച്ചതിന് ശേഷം CBI അന്വേഷണം ആവശ്യമെങ്കിൽ അതിൽ CBI അന്വേഷണത്തിന് വിടാമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ നമ്മോട് പറഞ്ഞത്. അതിൽ ഔദ്യോഗിക പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഒരു ഔദ്യോഗിക അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടാകും. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നത്. കൊടിയ പീഡനം മകന് നേരിട്ടു, അതുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി കിട്ടണമെന്ന ആവശ്യം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നു. മറ്റ് SFIക്കാരാണ് ഇതിൽ പ്രതികൾ, മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം സൂചിപ്പിച്ചില്ല. മകന്റെ മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതിൽ ദുരൂഹതകൾ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം മുഖ്യമന്ത്രി ഉടനടി തന്നെ ആവശ്യം അംഗീകരിക്കാമെന്ന് പറയുകയായിരുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്, സംശയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡീനിനെ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം, സർവീസിൽ നിന്ന് മാറ്റി നിർത്തി തന്നെ ഡീനിനെതിരെ കൊലക്കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യം സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ കോളേജ് തിങ്കളാഴ്ച മുതൽ തുറക്കാനിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ കോളേജിൽ നടന്ന മരണങ്ങളെക്കുറിച്ചുള്ള പരിശോധന വേണം. ആ പരിശോധനയ്ക്ക് ശേഷം കോളേജ് തുറക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ ഈ സാക്ഷിയല്ല അക്ഷയെ പ്രതിയാക്കണമെന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്ഷയന്റെ പിതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവാണ്, ഒരു വലിയ പ്ലാന്ററാണ്. അതാരാണ് എന്ന് വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായതുകൊണ്ട് അല്ലെങ്കിൽ നേതാവായതുകൊണ്ട് തന്നെ അക്ഷയ് സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി.
തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലരുടെയും രാഷ്ട്രീയ സാഹചര്യമായിരുന്നാലും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ഒക്കെ ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു സമ്മർദ്ദത്തിനോ സ്വാധീനത്തിനോ ഒക്കെ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്നു. അത് ഈ അക്ഷയുടെ കാര്യത്തിലും അക്ഷയെ സാക്ഷിയാക്കി മാറ്റുകയല്ല. ഇപ്പോൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നൊരു മൊഴി അക്ഷയ് നൽകുമ്പോൾ സ്വാഭാവികമായും അക്ഷയ് സാക്ഷി പട്ടികയിലേക്ക് പോകുമോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സാക്ഷിയാക്കുകയല്ല, കൊലക്കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തി അക്ഷയും കൂടി പ്രതി ചേർക്കണമെന്ന ഒരു ആവശ്യം പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നുണ്ട്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അക്ഷയ്ക്ക് അറിയാം എന്നുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടികളിലാണ്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ തനിക്ക് ലഭിച്ച അറിവ് അങ്ങനെയാണ് എന്ന കാര്യമാണ് പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും തനിക്ക് ഇപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ജനങ്ങളിൽ നിന്നും വലിയ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മകന് നീതി കിട്ടണം, ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കപ്പെടരുത് എന്നൊരാവശ്യം അദ്ദേഹം ചന്തു അതാണ്. ഒപ്പം തന്നെ സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവരാണ് ഈ സിദ്ധാർത്ഥിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിട്ടതിന് ശേഷം അടങ്ങിയത്. പക്ഷെ അവരെ മർദ്ദനത്തിന് ഒപ്പം ഉണ്ടായിരുന്നു, മർദ്ദിച്ചവരുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അച്ഛനിപ്പോൾ പറയുന്നത് അവർ ട്രെയിനിലും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ വെച്ച് തന്നെ സിദ്ധാർത്ഥിനെ വകവരുത്താൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമൊക്കെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ 3 പേരുടെ ഒരു പങ്കാളിത്തത്തിൽ. ലക്ഷ്മി, അതുമായി അങ്ങനെ നിരവധി സംശയങ്ങൾ അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ആരോ ഉണ്ടായിരുന്നതായ ഒരു സംശയം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ കാര്യം ഉറപ്പില്ല. അതുകൊണ്ട് ആ കാര്യം കൃത്യമായി പരിശോധിക്കണം. പോലീസ് അന്വേഷണത്തിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം പോലീസല്ല ഇത് കണ്ടെത്തിയത്, ആന്റി റാഗിംഗ് സ്ക്വാഡാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യവും അദ്ദേഹം പറയുന്നത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇനിയും നീങ്ങാനുണ്ട്. കൂടുതൽ പേർ ഇതിൽ പ്രതിപട്ടികയിലേക്ക് വരാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കെതിരെയും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കെതിരെയും തന്റെ മകനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയ സകല പ്രതികൾക്കെതിരെയും ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കൊലക്കുറ്റം ചുമത്തണമെന്ന ഒരു ആവശ്യം അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇക്കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും അദ്ദേഹം അറിയിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് വിടാമെന്ന ഒരു അനുകൂല തീരുമാനം രക്ഷിതാക്കളെ അറിയിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മാവനും ഒരു അടുത്ത ബന്ധുവുമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അവരോട് CBI അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ തന്നെ വരുമെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനും ഇപ്പോൾ മാധ്യമങ്ങളോട്. 18 പേരാണ് സിദ്ധാർത്ഥിനെ പലയിടങ്ങളിലായി കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നുള്ളതാണ്. നമ്മളും രാവിലെ വാർത്ത നൽകിയിരുന്നു. 19ാമത് ഒരാളുണ്ടോ, 19ാമനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ നീങ്ങുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ പ്രതികൾക്ക് ഒരുപക്ഷെ പട്ടികയിൽ വരാത്തവർക്കും ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. നെടുമങ്ങാട് തന്നെയാണ്, ഉത്തരേന്ത്യയിലേക്ക് ഓടുന്ന മുഖ്യമന്ത്രിയാണ് രാഷ്ട്രീയ ലക്ഷ്യം നോക്കി. 10 ലക്ഷം രൂപയൊക്കെ ഒരുപക്ഷെ ട്രെയിനിൽ സീറ്റ് കിട്ടാത്തതിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചപ്പോൾ ആ മരിച്ച ആൾക്ക് 10 ലക്ഷം രൂപയൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി വകയായി ഉത്തരേന്ത്യയിൽ പോയി നൽകിയ മുഖ്യമന്ത്രിയാണ്. ഒരുപക്ഷെ നെടുമങ്ങാട് സിദ്ധാർത്ഥിന്റെ വീടൊന്നും സന്ദർശിക്കാനോ ഇതുവരെ ഒരക്ഷരം LDF യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട RJD വലിയ രീതിയിൽ വിമർശനം SFIയെ നിലയ്ക്ക് നിർത്തണം എന്നുള്ള രീതിയിൽ ഉയർത്തിയപ്പോൾ പോലും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിലും ആയിരിക്കും. എന്ത് തന്നെ ആയാലും ആ കുട്ടിക്ക്, മരിച്ച കുട്ടിക്ക് നീതി ലഭിക്കട്ടെ, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കട്ടെ, രാഷ്ട്രീയത്തിന് അതീതമായി അങ്ങനെ നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറപ്പ് നൽകി എന്നുള്ളത് വലിയ ആശ്വാസമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനും ഒരുപക്ഷെ പൊതുസമൂഹത്തിന്. CBI അന്വേഷണത്തിലേക്ക് ഇത് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യവും. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആവശ്യം തന്നെയാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ആദ്യഘട്ടം മുതൽ പോലീസ് അന്വേഷിച്ചാൽ, സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ SFIക്കാർ തന്നെ പ്രതിപട്ടികയിലുള്ള ഈ ഒരു കേസ് തേച്ചുമാച്ച് കളയുന്നതിനുള്ള ശ്രമം ഉണ്ടാകുമോ എന്നൊരു സംശയം രക്ഷിതാക്കൾ പങ്കുവച്ചിരുന്നു. അത് സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടന്നതിന് ശേഷം പോലീസ് എത്തി അവിടെ പരിശോധന നടത്തുന്നത് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് വന്ന FIR-ലടക്കം ഇത്തരത്തിൽ തേച്ചുമാച്ച് കളയുന്നതിനുള്ള ശ്രമം നടന്നോ എന്നൊരു ആക്ഷേപം പ്രധാനമായും ശക്തമായ സാഹചര്യത്തിലാണ് സംസ്ഥാന
അടിസ്ഥാനത്തിൽ അതൃപ്തി രക്ഷിതാക്കൾ പ്രകടമാക്കിയത്. ആ സാഹചര്യത്തിലാണ് ഒരു കേന്ദ്രസേനയുടെ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണം വേണം. CBI അന്വേഷണത്തിലൂടെ തന്റെ മകന് നീതി ലഭിക്കുമെന്ന ഒരു കാര്യമാണ് ഈ പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ചൂണ്ടിക്കാണിച്ചത്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മുഖ്യമന്ത്രിയുടെ മൗനം പ്രധാനമാണ്. മുഖ്യമന്ത്രി ഇതുവരെ പൊതുവായി മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു പരിപാടികളിലോ ഒന്നും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഏറെ ചർച്ചാ വിഷയമാവുകയും മാധ്യമങ്ങൾ നിരവധി ചർച്ച ചെയ്യുകയും പൊതുജനങ്ങൾ ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുകയാണ്. ഇത് ആദ്യമായാണ് മുഖ്യമന്ത്രി രക്ഷിതാക്കളെ കാണുന്നത്. രക്ഷിതാക്കളെ നേരത്തെ ആശ്വാസവാക്ക് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വിമർശനമുണ്ടായിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. മറ്റു മന്ത്രിമാരും CPM നേതാക്കളും ഒക്കെ ഇത്തരത്തിൽ മൗനം തുടരുമ്പോൾ ഇത് ആദ്യമായാണ് മുഖ്യമന്ത്രി രക്ഷിതാക്കളുമായി സംസാരിക്കുന്നത്. ഈ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടത്, സിദ്ധാർത്ഥിന്റെ അച്ഛൻ ആവശ്യപ്പെട്ട CBI അന്വേഷണത്തിൽ മറ്റു വാക്കുകളൊന്നും പറയാതെ ഈ അദ്ദേഹം സമർപ്പിച്ച പരാതി പരിശോധിക്കുകയും CBI അന്വേഷണം ആവശ്യമാണെങ്കിൽ ആ CBI അന്വേഷണത്തിലേക്ക് വിടാം എന്ന് പറയുകയുമായിരുന്നു. നമ്മൾ നേരത്തെ രാവിലെ ഈ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് സംസാരിച്ചതുപോലെ ഇത് രാഷ്ട്രീയമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെയും LDF-നെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അവിടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന LDF യോഗത്തിൽ RJD ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. ഇനിമേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന ഒരു താക്കീതിന്റെ രൂപത്തിൽ തന്നെ RJD SFI നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ LDF യോഗത്തിൽ അറിയിച്ചതും. അപ്പോൾ സ്വാഭാവികമായും താഴെത്തട്ടിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇത് ഒരു ചർച്ചാ വിഷയമാകും. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ട്. ആ ഘട്ടത്തിൽ കേസ് CBI-ക്ക് വിടാനുള്ള തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു തീരുമാനം എടുത്തതിനെ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം പ്രതികൾ ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല. ഇനിമേലിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം തന്നെയാണ് രക്ഷിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും CBI അന്വേഷണം വേണം എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു. മുഖ്യമന്ത്രി ആ ആവശ്യം അംഗീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് അത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായുള്ള അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അന്വേഷിക്കാമെന്നോ പഠിക്കാമെന്നോ ഒന്നും പറഞ്ഞില്ല. CBI അന്വേഷണം അതിന് പ്രഖ്യാപിക്കാം എന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കൃത്യമായി വാർത്തകൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് നൽകുന്നതിൽ മാധ്യമങ്ങൾക്കും അദ്ദേഹം നന്ദി പറയുകയുണ്ടായി. മകന്റെ മരണത്തിലെ സംശയങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ അറിയിച്ചു. കൊലപാതകം എന്നതിന് തെളിവുകളുണ്ട്. ഡീനിനെ കൊലക്കുറ്റത്തിന് പ്രതി ചേർക്കണം, എന്നിട്ട് വേണം അന്വേഷണം നടക്കാൻ എന്നുള്ള ആവശ്യവും മാതാപിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ സഹപാഠിയും SFI നേതാവുമായ അക്ഷയ് സാക്ഷിയല്ല, പ്രതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. ഒരു പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ വരെ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട്, അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സത്യം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം എന്നുള്ള ഒറ്റ ആവശ്യം, അതിന് മുഖ്യമന്ത്രി അത് അനുകൂലമായ മറുപടിയാണ് നൽകിയത്. ഇനി ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്തായാലും മാധ്യമങ്ങളോട് അനുകൂലമായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ചന്തുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.